പ്രേക്ഷകർക്കും കേരള വിഷന്റെ ഈസ്റ്റർ ദിനാശംസകൾ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഓരോ ഈസ്റ്ററും കുരിശുമരണത്തിന് ശേഷമുള്ള യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസികൾക്കും ഓരോ ഈസ്റ്ററും പ്രതീക്ഷകളുടെ ഓർമ്മപ്പെടുത്തലാണ്. പുതിയ പ്രതീക്ഷകളെല്ലാം എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ പ്രത്യാശാപൂർവമായ ദിവസങ്ങളും കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ഈസ്റ്ററും. വിഷ്ണു, ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നു? ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? കാളിദാസൻ, ഈസ്റ്റർ ആഘോഷം എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം തന്നെ തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എല്ലാം നേരം പുലരും വരെ തുടർന്നു. പലയിടങ്ങളിലും തലസ്ഥാനത്ത് തന്നെ വിവിധ പള്ളികളിൽ തന്നെയാണ് ഈസ്റ്റർ ചടങ്ങിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നിരുന്നത്. അതുപോലെ തന്നെ രാവിലെ 7 മണിയോടെ തന്നെ വീണ്ടും കുർബാന ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതാണ്. ഈ തലസ്ഥാനത്തെ പലയിടങ്ങളിലും വിവിധ തീരദേശ മേഖലകളിൽ അടക്കമുള്ള വിവിധ പള്ളികളിൽ തന്നെ രാവിലെ മുതൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ ഉള്ളത് ഈ പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ പുലർച്ചെയും കുർബാന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ രാവിലെ 7 മണിക്ക് ശേഷം ആരംഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉയർപ്പിന്റെ ഒരു പ്രത്യാശയിൽ തന്നെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ഈ ഈസ്റ്റർ. ഏതായാലും പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ വിശ്വാസികളും. ഏകദേശം 50 ദിവസത്തിന്റെ ആ നോൻപ് പൂർത്തിയായതിനു ശേഷമുള്ള ഒരു വിശ്വാസത്തിന്റെ ദിനം കൂടിയാണ്, ഒരു ആഘോഷവേള കൂടിയാണ്. അതായത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ദിനമാണ് ഈ കുരിശുമരണത്തിന് ശേഷം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ തന്നെയാണ് ഇതിനെ എല്ലാ വിശ്വാസികളും കണക്കാക്കുന്നത്. ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈസ്റ്റർ. അതിന്റെ ഭാഗമായി തന്നെ തലസ്ഥാനത്തും വിവിധ പള്ളികളിൽ കാര്യമായ ചടങ്ങുകളുണ്ട്, കാര്യപരിപാടികൾ നടക്കുന്നുണ്ട്. ഇനിയും കുർബാന തുടർന്നു പോവുകയാണ്. ഏതായാലും വിശ്വാസികൾ വളരെ കൂടുതലായി തന്നെ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാ പള്ളികളിലും വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെയും വൈകിയും കുർബാനകൾ പലയിടത്തും നടന്നിട്ടുണ്ട്. ഏതായാലും ഈ പള്ളികളിൽ തന്നെ, അതായത് തിരുവനന്തപുരത്ത് തന്നെ ഈ സിറ്റി മേഖലയിൽ തന്നെ എല്ലാ ഭാഗത്തും പള്ളികളിലെല്ലാം കാര്യമായ ചടങ്ങുകൾ നടന്നു വരികയാണ്. ഈ സമയം പുരോഗമിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരത്ത് തന്നെ പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ഇപ്പോൾ തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ അദ്ദേഹമാണ് ഇന്നലെ പുലർച്ചെയുള്ള പരിപാടികൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയും അതോടൊപ്പം വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ ഈസ്റ്റർ ദിനം കൂടിയാണിന്ന്. കാളിദാസൻ. ശരി വിഷ്ണു, ഓരോ വിശ്വാസികൾക്കും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നാളുകൾ ആണ് ഇനി അങ്ങോട്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ. വിവിധ പ്രദേശങ്ങളിൽ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ദേവാലയങ്ങളിൽ ഇപ്പോഴും ഈസ്റ്റർ ശുശ്രൂഷകളും പ്രാർത്ഥനകളുമെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിലേക്ക്.